വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ടാകും. BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടി പ്രചാരണം നടത്താൻ സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? SKN നാളെ മുതൽ തന്നെ UDFിൻ്റെ മാസ് ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. രാഹുൽ ഗാന്ധി രാവിലെ 10 മണിക്കെത്തും. മൂപ്പൈനാട് പഞ്ചായത്തിലെ തലക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം എത്തുക. അതിനുശേഷം റോഡ് ഷോ തുടങ്ങും. റോഡ് ഷോ കൽപ്പറ്റ കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ നടക്കുന്നത്. 12 മണിവരെ റോഡ് ഷോ ഉണ്ടാകും. 7 നിയോജക മണ്ഡലങ്ങളിലെയും മുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് കേന്ദ്രീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിവരം. അതിനുശേഷം 12 മണിയോടുകൂടിയാകും ജില്ലാ കളക്ടർ, മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ രേണുരാജിന് മുമ്പാകെ പത്രിക കളക്ടറേറ്റിലെത്തി സമർപ്പിക്കുക. UDF നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആ റോഡ് ഷോയോട് കൂടി തന്നെ 20 മണ്ഡലങ്ങളിലെയും മാസ് ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ് UDF നേതൃത്വം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ സ്മൃതി ഇറാനി ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്മൃതി ഇറാനി എത്തുന്നത് കെ സുരേന്ദ്രൻ്റെ പ്രചരണാർത്ഥമാണ്. അവരും റോഡ് ഷോയുടെ ഭാഗമാകും. അതോടൊപ്പം തന്നെ മറ്റന്നാളാണ് സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തുന്നത്. ഇത് നാളെ ആനിരാജ, LDF സ്ഥാനാർത്ഥി ആനിരാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് അവർ നാമനിർദ്ദേശ പത്രിക കളക്ടറേറ്റിലെത്തി സമർപ്പിക്കുക. SKN. ഓക്കെ, താങ്ക് യു.